ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അലീന മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് വരികയാണ്. ഒരു ബക്കറ്റും പിടിച്ച് മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് മുത്തശ്ശി നല്ലൊരു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടും പാടിയിട്ട് വന്ന് പെട്ടെന്ന് വാതിൽ തുറക്കുകയാണ്. പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ അവൾ മനുവിനെ കാണണം. മനുവിനെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. എന്നിട്ട് അവൾ പാട്ടൊക്കെ നിർത്തിയിട്ട് അവളിങ്ങനെ വല്ലാതെ സൈലൻ്റായി. പിന്നെ അപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടുകാരത്തിയാണല്ലേ മുത്തശ്ശി നമ്മുടെ അലീന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അപ്പോൾ അവൾ നന്നായി പാടും, അവളൊരു കവിയാണെന്നൊക്കെ മുത്തശ്ശി മനുവിനോട് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് മനു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ആൻറ്റിയെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മനു പോകുന്നുണ്ട്. അപ്പോൾ അലീന പറയണ്ട, അയ്യോ മുത്തശ്ശി വേണ്ടിയിരുന്നില്ല, അല്ലെ മുത്തശ്ശി ഞാൻ ഇങ്ങനെ പാടേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് സാരില്ല, പോട്ടെ വീട് എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്നാലും എത്ര പറഞ്ഞാലും അവൾക്ക് ആ മടി മാറണില്ല. പിന്നെ പോയി മനു ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ആൻറ്റി വരുന്നുണ്ട്. ആൻറ്റി പറയുന്നത്, നീ കഴിച്ചിട്ടില്ലല്ലോ, വായൊന്ന് ഒപ്പം ഇരുന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, സാമ്പാറൊന്നും കൊള്ളത്തില്ലല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വായിൽ വെച്ച് നോക്കുമ്പോൾ ആൻറ്റി ഒന്നും മിണ്ടണില്ല. അപ്പോൾ പിന്നെയും പറയുന്നുണ്ട്, കുറച്ച് ഉപ്പ് കൂടിയണല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. നീ ഭക്ഷണത്തിൽ കാര്യത്തിന് അവളെ പറഞ്ഞിട്ട് കുറ്റം പറയണ്ട, അവൾ ഭക്ഷണമൊക്കെ നന്നായി ഉണ്ടാക്കും, അതിനൊന്നും അവൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുവിനോട് ചോദിക്കേണ്ട, ആൻറ്റി ചായ എടുക്കാൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ചായ എനിക്ക് നന്നാവണം, അല്ലെങ്കിൽ എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് ചായ നന്നായിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി രണ്ട് ചായ എടുക്കാൻ പറയുന്നത് അലീനോട്. അപ്പോൾ അലീന ആന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു വീണ്ടും ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞു അവൾ ആളൊരു കുഴപ്പക്കാരത്തിയാണെന്ന് പറഞ്ഞു, അവൾ ഏത് നേരം കരഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറയും. അതൊന്നും അല്ലാതെ പ്രശ്നം, അവൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അവളെ കാണാൻ നല്ല സുന്ദരിയല്ലേ, അപ്പോൾ ആൾക്കാരുടെ കണ്ണ് മുഴുവൻ അവളുടെ മേലാണ്, അവൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ആൾക്കാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ അതിന് മാത്രം ഒന്നും സുന്ദരി അല്ലല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബബിനെക്കാട്ടിലും കൃഷ്ണജയെക്കാട്ടിലും ഒന്നും ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മനു, എനിക്കും കണ്ണുണ്ട്, ഞാൻ കണ്ണില്ലാത്തതൊന്നും അല്ല, അവളെ കാണാൻ എന്താടാ കുഴപ്പം, അവളെ കാണാൻ നല്ല കുട്ടി. കഴിഞ്ഞ ദിവസം നമ്മുടെ താരാൻറ്റി വന്നിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ മോളാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളൊന്നല്ല, അപ്പോൾ എൻ്റെ പണിക്കാരത്തിയാണെന്ന് പറയുന്നു. എൻ്റെ മോളാന്ന് കേട്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമ്മളെ അലീന ചായം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാകും, സ്വന്തം അമ്മ അവളെ മോളേന്ന് വിളിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. മനു അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തായാലും ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ചായ എന്നിട്ട് മനു ചായ കുടിച്ചിട്ട് പറയുന്നത് ഒട്ടും കൊള്ളില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി വീണ്ടും വേറെ ചായ അവളെ ചായ എടുത്ത് കുടിച്ചിട്ട് എന്താടാ നീ ഇതിൽ കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സന്തോഷമാവണം. പിന്നെ അലീന ഉള്ളിലേക്ക് പോയിട്ട് മനുവിനോട് പറയുന്നുണ്ട്, പിന്നെ മനു നിന്നോട് മാത്രമായിട്ട് ഒരു കാര്യം പറയാം, ഇവിടെ രോഹിത്തും അങ്കിളൊക്കെ ഉള്ളതല്ലേ, ഞാൻ ബാങ്കിലേക്ക് പോകല്ലേ, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടായിക്കോളന്നില്ലല്ലോ, അപ്പോൾ അവളുടെ മനസ്സ് മാറുമെന്ന് അറിയില്ല, അപ്പോൾ എന്താ ആൻറ്റിക്ക് അങ്കിളിനെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞുമോളാകുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പം എനിക്കിവളാകുമ്പോൾ എനിക്ക് ആകെപ്പാടെ പ്രശ്നം, ബാങ്കിൽ പോയിരുന്ന് ഇതൊക്കെ തന്നെ ആലോചന വരികയാണ്, എന്തിനാ വെറുതെ ബാങ്കിൽ പോയി ഇതൊക്കെ ആലോചിക്കാൻ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പോൾ മനു പറയുന്നുണ്ട്, അവൾ ഓർഫനേജ് വളർന്ന കുട്ടിയല്ല ആൻറ്റി, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നീ ഓർഫനേജിൻ്റെ ഒന്നും പറയണ്ട, പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പ്രായമൊക്കെ ഇതല്ലേ, അപ്പോൾ അവളുടെ മനസ്സൊക്കെ വേണ്ടാത്തൊക്കെ തോന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചെയ്യാം, അവളെ വിളിച്ച് വല്ലാതെ ഒന്ന് ഉപദേശിക്കാമെന്ന് പറയണ്ട, ഉപദേശമൊന്നും നീ എൻ്റെ അടുത്ത് പറയണ്ട, ഉപദേശമൊക്കെ അപ്പൂപ്പന്താടി പോലെ പറന്ന് പോവുള്ളൂ, ഉപദേശത്തിൻ്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട എന്ന് പറയുന്നത്. എനിക്ക് അവളോട് ഒരു വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കാൻ എൻ്റെ അവൾ ആരാന്നൊക്കെ പറയണ്ട. അത് കഴിഞ്ഞ് അവൾ പറയണ്ടേടാ മനു, എനിക്ക് സമയമായി, നീ മെല്ലെ പതുക്കെ ഇരുന്ന് കഴിക്കട്ടോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വൈജ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. പിന്നെ മനു ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മനു ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് അലീന വരുന്നത്. അവിടെ കരഞ്ഞും കൊണ്ടാണ് അലീന വരുന്നത്. അപ്പോൾ മനു ചോദിക്കണം, നീ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കണം. അല്ല കൊച്ചമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആൻറ്റിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഒക്കെ ശരിയല്ലേ പറയുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുക, എൻ്റെ മുഖത്ത് കുറച്ച് ആസിഡ് ഒഴിച്ചാൽ മതിയോ, എന്നാൽ ഈ ഭംഗിയൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ, എന്താ നീ പറയണ അലീന എന്നൊക്കെ പറഞ്ഞ് മനു ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മമ്മിയെ പിടിച്ച് സത്യം ചെയ്യാം, ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടാവില്ല, ഇതിനേക്കാളും വലിയൊരു സത്യം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ മനു അലീനോട് പറയണ്ട, നീ വിഷമിക്കാതിരിക്കുക, ഞാൻ ഇല്ലേ നിൻ്റെ കൂടെ, ഞാൻ നോക്കിക്കോളാം എല്ലാം എന്നൊക്കെ പറയണ്ട. എന്തായാലും അലീനനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് മറ്റേ രോഹിത്തിനെ വെയിറ്റ് ചെയ്യാണ്. രോഹിത്ത് എന്താ കാണാത്തതെന്നൊക്കെ പറഞ്ഞ് വാച്ചൊക്കെ നോക്കിയിട്ട് എന്താ പിന്നെ സംഗതി കിട്ടിയില്ലായിരിക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് രോഹിത്തിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രോഹിത്ത് എത്തുന്നുണ്ട്. രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, കിട്ടിയില്ലേടാക്കി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് അമ്മയ്ക്ക് ലീവാണ്, ബാങ്ക് ലീവാണ്, അതുകൊണ്ടാണ് വരാൻ വൈകിയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അത്ര ധൃതി അണക്ക് പൈസയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് 4-5 തീറ്റി പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരെ ഈ 4-5 ആകുമ്പോൾ കോളേജിലെ കുറേ പെണ്ണുങ്ങളുടെ പേരൊക്കെ പറയുന്നത്. പിന്നെ ഹരിശങ്കർ രോഹിത്തിനോട് ചോദിക്കുന്നത്, നീ അലീനായിട്ട് അടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇങ്ങനെ അടുക്കാൻ എനിക്ക് അറിയില്ല പറയുമ്പോൾ, നീ പോയിട്ട് മെല്ലെ അവളോട് കുറച്ച് സിമ്പതി ആയിട്ടുള്ള വർത്താനൊക്കെ പറയാമെന്ന് പറയുന്നത്. നിൻ്റെ അമ്മ ഏത് നേരം അവളെ ചീത്ത പറഞ്ഞും കൊണ്ടല്ലേ, പിന്നെന്താ അവൾ ഏത് നേരം കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അണക്ക് മെല്ലെ പോയിട്ട് അവളോട് ലോകത്തിൽ വർത്താനം പറയാം, നീ കഴിച്ചോ, കൂട്ടാൻ നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തിൽ അവളോട് പറഞ്ഞാൽ അവൾ എന്നോട് അടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഇട ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവളെ എനിക്ക്
റൂമിലേക്ക് ചോദിക്കാതെ തന്നെ ഒരു കാപ്പി ഇട്ട് കൊണ്ടുവന്ന് മുകളിലേക്ക്, എന്നിട്ട് നിൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവൾക്ക് മെല്ലെ ഒരു ഉമ്മയൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ അപ്പോൾ രോഹിത് അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ നീ വേണമെങ്കിൽ പോയി ഒന്ന് മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്, അപ്പോൾ മുത്തശ്ശി പറഞ്ഞു തരും എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്, എനിക്ക് അവൾക്ക് റൂമിലേക്ക് കാപ്പി ഇട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് എന്നാൽ ചെന്ന് പോയി പോയി അടുക്കാല്ലേ വാ, നീ പോയി ധൈര്യമായി അടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടു തരണേ, എനിക്ക് വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയി ഇന്ന് അടുക്കാൻ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് രോഹിത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചനാണ്. മാമച്ച ഷേവ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഷേവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് രേവതി കുട്ടി വന്ന് ഹലോ എന്ന് വിളിക്കുന്നുണ്ട്. ഹലോ എന്ന് വിളിക്കുമ്പോൾ മാമച്ച പെട്ടെന്ന് ഞെട്ടിട്ടുണ്ട്. എന്താടി ഇപ്പം തന്നെ എൻ്റെ കത്തിരിക്ക മൂക്ക് കൂടെ കയറിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഈ കായ്പക്ക ജ്യൂസ് ഗ്രേസ് അമ്മ കുടിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട, അവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറയണ്ട. ഇല്ല ഇപ്പം തന്നെ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രേസി അമ്മ പറയുന്നുണ്ട്. നീയാണ് എൻ്റെ നമ്പർ 1 ശത്രു, നീയാണ് എൻ്റെ എല്ലാ കാര്യം പോയിട്ട് ഗ്രേസി അമ്മോട് പറഞ്ഞു കൊടുക്കണം, എന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശത്രു ആണെങ്കിൽ ഇഷ്ടംപോലെ മിത്രന്മാരുണ്ടല്ലോ, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, തൈറോയിഡ് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി കുട്ടിക്ക് മാമച്ചനോട്. ഇനിയൊരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചന് ദേഷ്യം വന്നിട്ട് അവളോട് ഒരു സാധനം എടുത്ത് അവളുടെ മേലിൽ കയറിയിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.